ഉച്ചരി വായില്ലേ നിനക്ക്? ഞാൻ പുറത്താ കോൾ വിളിച്ച അങ്ങനെ പോയ. പുറത്ത് അധികം ഭയങ്കര കോള് വരുന്നുണ്ട് ചെറുപ്രായത്തില് നിനക്ക്. അത് നൈറ്റ് ആവുമ്പോഴാണ് മെയിൻ ആയിട്ട്. അല്ല വാ 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 എടാ ഇത് ആരുമായിട്ട് അടിയുന്നു? എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്താന്ന് പറഞ്ഞാ മന്ദാര ഇന്നലെ എടുത്തിനെ വെറുതെ മുതുക്കില് വെറുതെ ഇങ്ങനെ ഗണ്ണ് വെച്ച് ഇങ്ങനെ മൂവ്മെന്റ് ഇട്ടണ. ഇത്ര പേരോ റേഡിയോയില്? എല്ലാരും ഉണ്ട് സിറ്റുവേഷൻ. വെറുതെ ഇങ്ങനെ മൂവ്മെന്റ് ഇട്ടണ ഗണ്ണ് വെച്ചിട്ട്. അപ്പം UK ഒരു വണ്ടി ഇതിലേ പോയി. ആ വണ്ടിക്ക് മന്ദാരം മൂവ്മെന്റ് ഇട്ട് കളിച്ച് വെച്ചിട്ട് അടിച്ചില്ല, ഫയർ പോയില്ല. പക്ഷെ അവൻ പറഞ്ഞു അവൻ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഗണ്ണ് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞ മന്ദാരത്തിന്റെ അടുത്ത് പ്രശ്നമായി. സംസാരിച്ചില്ലേ? സോൾവ് ആക്കില്ല. സോൾവ് ആക്കി അവര് പറഞ്ഞ അവരൊക്കെ അടിച്ചിരുന്നു. മന്ദാരം ബാറ്റ് വെച്ച് അടിച്ചു വന്നായിരുന്നു. അപ്പൊ തന്നെ അവന്മാർക്ക് മന്ദാരം അടിച്ചു വന്നേ ബാറ്റ് വെച്ചിട്ട്. അപ്പൊ അവർക്ക് വാറണ്ട് വെച്ചുള്ളൂ പറഞ്ഞത്. വാറണ്ട് എടുക്കാം. ബാങ്ക് കിട്ടിയിട്ട് ഞാനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു ബാൻ ഇനിയൊരു മുച്ചിരി ഒരു 14 ദിവസത്തെ ബാൻ ഈ അടുത്ത് മേടിച്ച ഇവൻ ലൈനപ്പ് ചെയ്ത് പുറത്താ. നീ സിറ്റുവേഷൻ പിടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നീ പിടിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ നീ തന്നെ ഒന്ന് കണ്ടു നോക്കണം കുറച്ച് കഴിയുമ്പോ. അപ്പൊ നീ തന്നെ എന്നോട് വന്നിട്ട് പറയാ അണ്ണാ എന്നെ ലൈനപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഞാൻ ഡിസേർവ്ഡ് അല്ല എന്ന് നീ പറയും. മനസ്സിലായ? എടാ ഈ വണ്ടി എത്ര റിപ്പയർ ചെയ്താലും ഇതിന്റെ ഡോറ് പോയാൽ സേവ് ആക്കുന്നുള്ളൂ. ഈ വട്ടം ഞാൻ ഒന്ന് ഡോറോടുകൂടി ഒന്ന് സേവ് ചെയ്തിട്ട് എടുത്തോട്ടെടാ. ഓഹോ ശരി, പിക്ചറിയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. മിസ് ചെയ്തു. താങ്ക് യു. പക്ഷെ ഇതിന്റെ സങ്കടമൊക്കെ എനിക്ക് താല്പര്യമില്ല. അല്ല അമ്മ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കൂല. അമ്മ ഫെയറാ. പന്തലെ എന്താ പണ്ട് പണ്ടലെ പണ്ട് മുതലേ എന്നാണോ ഉദ്ദേശിക്കണേ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ശരിക്കും മടിയനായിട്ടാണോ നീ ഈ വാക്കുകൾ അക്ഷരങ്ങൾ വിഴുങ്ങണേ? പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഒരു മൂവും തായും എക്സ്ട്രാ പറയാൻ നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്? പണ്ടലെയാ? പണ്ടലേന്നാണോ പറയണേ? പണ്ടലെ അങ്ങനെ തന്നെ. അങ്ങനെയാണോ ശരിക്കും പറയണേ പണ്ടലേന്ന്? ഇതൊക്കെ നീ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ തത്സമയത്തിലൊക്കെ എല്ലാരും പറയണ അങ്ങനൊന്നും അല്ലെന്നാ പറയണേ. എന്റെ ഭാര്യ പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക് പേരില്ല. അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയ എടാ 8 മിനിറ്റോടെ എല്ലാരും വണ്ടി എടുത്ത് റെഡിയാവും. എടാ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നേ? ഒന്നെങ്കിൽ ആരുമില്ല, ഇന്നാണെങ്കിൽ 40 പേര്. ഞാൻ ഇറങ്ങട്ടോ? എന്നാ നീ ഇറങ്ങിക്കോ പോയി. എന്തൊക്കെ ആൾക്കാരല്ലേ ഗൈസ്. ഇതിന് ഞാൻ എങ്ങനെ ലൈനപ്പ് ഇടും ഗൈസ്? അതാ എന്റെ ചോദ്യം. എന്റെ ലൈനപ്പ് ഞാൻ എങ്ങനെ ഇടും? ഇതിന് ഞാൻ എങ്ങനെ ലൈനപ്പ് ഇടും? നിങ്ങക്ക് രണ്ടുപേർക്കും ഗൺ പവർ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെ റെഗുലർ ആയിട്ട് വന്ന് TDM ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ലൈനപ്പിൽ ഇടാം. അതെ അല്ല എനിക്കത് തോന്നട്ടെ. എനിക്ക് അന്നേരം തോന്നുമ്പോൾ ഞാൻ ഇടും. നിങ്ങളെ ഞാൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യത്തില്ല. ഞാൻ അതാവുമ്പോ ഇടും. കാരണം ഇവിടെ PvPക്ക് വേണ്ടി മാസങ്ങളോളം ഇരിക്കുന്നത് പ്രാക്ടീസ് ചെയ്തവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ മാറ്റിയിട്ട് നിങ്ങളെ ഇടുന്നത് നിങ്ങൾ പെട്ടെന്ന് വരും. നിങ്ങൾ ഓൾറെഡി RP എല്ലാം ചെയ്ത് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരാ. അവന്മാർക്ക് അങ്ങനെ RP അതൊന്നും ഇല്ല. PvP മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്. മനസ്സിലായോ? എടാ ഞാൻ ആലോചിക്കണ അതല്ലടാ, നീ എങ്ങാണോ ആയിരുന്നു ടിവിയുടെ ലീഡർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റണല്ലോ കണ്ണാപ്പി. ഈ ഗ്യാങ് കൂടിപ്പോയ 1 മാസം അതിനുള്ളിൽ പൂട്ടിക്കെട്ടിയേനെ. ഒരു സംശയമില്ല അതിന്.
എടാ എടാ എനിക്ക് കിട്ടിയടാ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാരും പോയല്ലേ, ഇവിടെ ടിവിയിൽ ആരും ഇല്ലായിരുന്നല്ലേ. എന്തൊരു കഷ്ടമാണ് എന്റെ അവസ്ഥ. ബാക്കി എല്ലാരും അവിടുന്ന് പോയോടാ ഇത്ര പെട്ടെന്ന്. എക്സലന്റ് അഡ്മിൻ ലൈവ്. സിംഗിൾ അവിടെ ജാക്സനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, UK റിപ്പർ അവിടെ SRKനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, കറന്റ് അത്യാവശ്യം ഡൗൺ ടിവിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് മുഞ്ചിയേട്ടാ. TV കുത്തിയിട്ടുണ്ട്, ബാക്കിൽ TV കുത്തിയിട്ടുണ്ട്. TV ബാക്കിൽ കുത്തിയിട്ടുണ്ട്. TV നല്ല രീതിക്ക് ഒരു അടി ടിവിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ജുഗ്രു അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. UK പ്രോക്സിമി അവിടെ ഒരു പിക്ക് എടുത്തുന്നു. പോപ്പിച്ചർ ഡൗൺ ആയിട്ടുണ്ട്. TV സിംഗിൾ ആണ് ഡൗൺ ആയിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ UK പണി കിട്ടിയിട്ടുള്ള എന്താന്ന് വെച്ചാൽ UK ഈ ഏരിയയിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. UK ഈ ഏരിയയിൽ നിന്ന് മാറി കളിക്കാൻ പറ്റില്ല. അതെവിടെ എലനോർ വെള്ളത്തിൽ വീണു. എലനോറിന് തിരിച്ചു കയറാന്ന് പറയുന്നത് ഇത്തിരി പോസിബിൾ അല്ല. കിലു ജപ്പാൻ അവിടെ നോവേനെ ഡൗൺ ആക്കി. UK SK അവിടെ ഒരു ഡൗൺ ആക്കിയിട്ടുണ്ട്. അത് ഇതല്ലേ പ്രീവാറ നോഷ്യസ്. ഡോർക്കി അവിടെ ഒരു SKനെ പിക്ക് എടുത്തിട്ടുണ്ട്. കറന്റ് നോക്കുകയാണെങ്കിൽ ലെക്സ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. വലിയൊരു പിക്ക്. നീലകണ്ഠനെ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സെനിൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജുഗുറു മെസ്ബോയ് ഗോക്കു അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സെട്രോ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. 54 ഇവിടെ UK ഈ ഏരിയയിൽ നിന്ന് കയറിയിട്ടുണ്ട്. അമ്പത്തൂർ ഡൗൺ ആയിട്ടുണ്ട്. ഇറ്റാച്ചിയാണ് അമ്പത്തൂരിന് എടുത്തിരിക്കുന്നത്. നീലകണ്ഠൻ 2 പിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ നീലകണ്ഠൻ 3ാമത്തെ പിക്കാണ് നീലന്റെ. ഡോർക്കി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു പിക്ക് എടുക്കുന്നു. ഓ, നീലകണ്ഠന്റെ 4ാമത്തെ പിക്ക്. നീല 4 അടിയോടി. അപ്പൊ എനിക്ക് തോന്നുന്നു സെട്രോ ആൻഡ് ഇറ്റാച്ചി ലാസ്റ്റ് 2 ആണ്. ലാസ്റ്റ് 2 ആണെന്ന് തോന്നുന്നു. ഓ, നീലകണ്ഠന്റെ 5ാമത്തെ പിക്ക്. 5 പിക്കാണ് നീലൻ. 5 പിക്ക് എടുത്തു. കണ്ണാപ്പി എന്തി? ഹലോ കണ്ണാപ്പി, കേക്കാവോ? മേലാൽ ശകുനമായിട്ട് ഇനി എന്റെ വണ്ടിക്കകത്ത് വന്ന് കേറരുത് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ നിർത്തുള്ളൂ നിന്ന്. ആ കണ്ടായിരുന്നു, എല്ലാം കണ്ടായിരുന്നു. ഞാനിപ്പോ അഡ്മിൻ സ്പെക്ക് കഴിഞ്ഞിട്ടാ നേരെ വരുന്നത്. മനസ്സിലായോ? 2 പേർക്കും ഇല്ല. നമ്മള് 3 പേരും അവിടെ ആദ്യം. അതെ അതിന്റെ മിസ്റ്റേക്കാടാ. അവിടെ നീ വാറ് കളിക്കുന്നില്ല എന്തായാലും. എടാ അധികം പറയാതെ കത്തിച്ചു വിട്ടറാ. വിട്ട് കത്തിച്ചു വിട്ടേരെ. നന്നായിട്ട് കളിച്ചു കേട്ടാ. ഞാൻ പ്രതീക്ഷയിൽ നന്നായിട്ട് കളിച്ചു കേട്ടാ. സിറ്റുവേഷൻ പറയുമ്പോ അവർക്ക് തന്നെ നാണം വരും. എന്താടാ ഞാൻ മുതുക്കി വെറുതെ ഞാൻ വെറുതെ തോക്കെടുക്കും. വെറുതെ എയിം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് നേരെ ഒരു വണ്ടീനെ ഇടിക്കാൻ വന്നു. ഞാൻ റോൾ ചെയ്ത് മാറി. ഞാൻ ഒന്നും പറഞ്ഞില്ല, അവനോടൊന്നും ഞാൻ സംസാരിച്ചൊന്നുമില്ല. ഞാൻ മാറി നടന്നങ്ങോട്ട് പോയി. അപ്പൊ പിന്നെയും പുറകെ നിർത്തിയിട്ട് എന്തിനാണോ ഗണ്ണൈം ചെയ്ത്. അപ്പൊ ഞാൻ ബ്രോനെ ഗണ്ണൈമൊന്നും ചെയ്തില്ല. എന്നെ തന്നെ അക്സെപ്റ്റ് ഇട്ടില്ല നമ്മൾ. എന്നിട്ട് ബ്രോ ഞാൻ ബ്രോനെ ഒന്നും ഗണ്ണൈം ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നെ തന്നെയാണ് ഗെയിം ചെയ്തത്, നീ ഏതാ ഗ്യാങ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഗ്യാങ്ങൊക്കെ പറഞ്ഞു. പിന്നെ അവന്റെ സംസാരം മാറിയണ്ട. അപ്പാട് എന്നെ ഞാൻ ഇടിച്ചു. ഇപ്പൊ അവൻ വന്നിപ്പോ പറഞ്ഞ് ഏബിൾ പറഞ്ഞു ബ്രോ ഗണ്ണൈമല്ലേ ചെയ്തുള്ളൂ, വേദന ഒന്നും എടുക്കൂലല്ലോ. അവന് വേദന എടുത്തു ഗണ്ണൈം ചെയ്തപ്പോ വേദന എടുത്തോ? ആ, അപ്പൊ ഞാൻ ഒന്ന് ഇടിച്ചിട്ട് ചോദിച്ചു ബ്രോ ഇപ്പൊ വേദന എടുത്തോ. അവൻ എന്നെ തിരിച്ചടിച്ചു. ഞാൻ വിട്ട് വേദനെടുത്തടിച്ച്
ഗോകു ബാറ്റ് ഹലോ എന്നാണ്ട് വിശേഷം? സുഖങ്ങളൊക്കെ തന്നെ. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. എങ്ങനെ? സുഖം തന്നെ. ഓ സുഖം തന്നെ. ബ്രോ നിങ്ങൾ ലീഡറോ കൊലീഡറോ ആരല്ലോ ആണോ നിങ്ങള്? ലീഡറാണല്ലേ ഞാൻ? ലീഡറാണ്. പേരെന്തായിരുന്നു ബ്രോ? പേര് ടോക്സിക്. ടോക്സിക്. അതെ. ഓ ഓക്കെ ബ്രോ. എന്റെ പേര് പരിന്തോസ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. നൈസ് മീറ്റ്. നിങ്ങൾ നന്നായിട്ട് കളിച്ചേട്ടാ പ്രീ വാർ. നമ്മള് പ്രതീക്ഷയിൽ അടിപൊളിയായിട്ട് നിങ്ങൾ കളിച്ചു. സിറ്റുവേഷൻ പറയണം, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല ഇവിടെ. ആക്ച്വലി സത്യം പറഞ്ഞ ഇപ്പൊ പുതിയ നിയമം. അപ്പൊ പിന്നെ നമുക്ക് ഞങ്ങൾക്ക് നിങ്ങള് വാർ വിളിക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വിളിക്കണം. നമുക്ക് ഒരു 11:45 മുമ്പ് വാർ വിളിക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എന്തായാലും ഡിക്ലെയർ ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് ഗണ്ണും ഹീലിംഗ്സ് ഒക്കെ ഒന്ന് കൊടുക്കണം എല്ലാവർക്കും. ഹാഫ് ആൻ അവർ പറ്റില്ല ബ്രോ. ഒരു 11:45 11:21 ആയി. 11:45 വിളിക്കണം. ഓക്കെ ശരി. ഒരു കാര്യം പറഞ്ഞു, ഒരു അപ്പി സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ സിറ്റുവേഷൻ പറയാൻ പാടില്ലല്ലോ ഇപ്പൊ. വാർ വേണ്ട നമ്മള് പറഞ്ഞു. ഫ്രണ്ട്ലി ഒന്നും അല്ല കഴിച്ചു. ഇത് ഫ്രണ്ട്ലി ഒന്നും അല്ല. വാറിന് ജസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞെന്നുള്ളത്. ഫ്രണ്ട്ലി ഒന്നും അല്ല. എന്ത് ഫ്രണ്ട്ലി? നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഒന്നും ഇല്ല. ആരും ഇവിടെ ഇല്ല. KVA മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഇവിടെ. മനസ്സിലായോ? ഇവിടെ വേറെ അതിന്റെ അപ്പുറത്ത് ആരുമായിട്ട് വാർ കടന്നാലും അത് ഫ്രണ്ട്ലി വാർ അല്ല. ഇത് അവർക്ക് അടിക്കണമെന്ന് പറഞ്ഞാൽ അവര് ഇതാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിറ്റിയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനകത്ത് കയറി വണ്ടി ഒന്നും മേടിക്കരുത്. നേരെ വരിക, പട്ടിയെ പോലെ പണിയെടുക്കുക. ഒരു 50 കിലോ ഫുഡും 50 കിലോ വെള്ളം, ഒരു 100 ലിറ്റർ വെള്ളം മേടിച്ചു വെക്കുക. ഇത് എങ്ങനെയാ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഞങ്ങൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും മേടിക്കരുത്. വണ്ടിയൊക്കെ പിന്നെ ആവാം. വണ്ടിയൊക്കെ പിന്നെ വേണം. ആരെങ്കിലും കട്ടോ മോട്ടിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു കുറച്ചോ, അല്ലെങ്കിൽ മറ്റേ സിറ്റിയിൽ മറ്റേ TV-യില് ലീഡറുണ്ട്, പുള്ളി എടുത്ത് പറഞ്ഞാൽ പുള്ളി വണ്ടി മേടിച്ചു തരും. മനസ്സിലായ? അങ്ങനെ ജീവിക്കുക. ഇവിടെ ഫുഡും വെള്ളമാണ് വേണ്ടത് നമുക്ക്. ഇവിടെ ഫുഡും വെള്ളവും ഇല്ലാതെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. അതേപോലത്തെ ഇങ്ങനെ ഫുഡും വെള്ളവും കുറയുന്നത് ഞാൻ കണ്ടിട്ടില്ലടാ. ഈഗിള് ലൈവ് ഉണ്ടോ? ഇല്ല ബ്രോ, ഈഗിൾ ഇപ്പോഴേ ലൈവ് ഉണ്ടാവില്ല. കുറച്ച് ഈഗിള് ചെറിയൊരു ഗ്യാപ്പിലാണ്. തൽക്കാലം ഗ്യാങ് എന്നെ നോക്കാൻ ഏൽപ്പിച്ചേക്കുക. ഈഗിൾ ലൈവ് ഇല്ല. വി ഗ്യാങ് UK ഡിക്ലെയറിംഗ് വാർ അഗൈൻസ്റ്റ് TVA. അതാ ഇട്ടിട്ട്. ഹലോ ഹലോ ബ്രോ. ഹലോ സംസാരിക്കാം. ഹലോ നീ ഭയണ്ടാവില്ലേ? നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞിരിക്കും. ചായ മഴയൊക്കെ ഉണ്ടായി വാ. വച്ചു ഇറങ്ങി ഉമ്മരാൻ പറ്റത്തില്ല. വിറ്റിയാലേ പറ്റുള്ളൂ. വണ്ടി എടുത്ത് ഇറങ്ങ. ഭയങ്കര ഓപ്പൺ ആവാ. തിരിച്ചു കയറും. ഇറങ്ങുവാണ്. ഏതാ വണ്ടി? ഏതാ നീ മാത്രം ഉമ്മാനെ ചെയ്തറാ. അമ്മാര് ഒന്ന് ഒറ്റ ഇടിച്ച് സ്പ്ലിറ്റ് ആവല്ലേ. എന്റെ പകുതി ആർമ പോയി. അവിടെ ഹെൽപ്പ് പോയാലോ? എടാ റേഡിയോ വെച്ചില്ല. ഇവൻ പറഞ്ഞ ഈ കോള് കേൾക്കാത്തെ. പക്ഷെ ഇവിടെ നിന്ന് അടിക്കാന്നുണ്ട്. ഇവിടുന്ന് അമ്മ ഓപ്പൺ നിൽക്കും.
നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചിട്ട് കാര്യമില്ല. എടാ നമ്മുടെ വണ്ടിക്കെല്ലാം അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം. കിണ്ടിനെ പൊക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യും. കിണ്ടിനെ പൊക്കിയിട്ട് നമുക്കൊന്ന് മറ്റേ ഓപ്പോസിറ്റ് റിപ്പയർ ചെയ്തിട്ട് വരാം. വാ നമ്മുടെ ഞാൻ ഡൗട്ട് ഇല്ല, അവിടെ വെച്ച് നമ്മളെ വേറെ ആരും കത്തിയതാണോ അതോ ഡൗൺ ആയതാണോ? ഒരാൾ റീഫ്രഷ് അടിക്കണം. കിണ്ടിയെ പിക്കിയ ഒരു വണ്ടി പോകും, ബാക്കി തിരിച്ചോ. ഇല്ല നമ്മുടെ ഡൗൺ അല്ലേ കത്തിപ്പോയതാ. എടാ ഞാനൊന്ന് റീഫ്രഷ് അടിക്കുവാണ്. ഞാൻ റിപ്പയർ ചെയ്യും. ഡാനി സ്ട്രീമിംഗ് തുടങ്ങി. സരക്ക് ഡാനിയാണോ ബ്രോ? രണ്ട് റൗണ്ട് വാ കയറി അടുത്ത അത് ശരിയല്ല. വീടും ചെയ്തിട്ട് പോണു. വീഡിയോയിൽ ചത്തോ നമ്മുടെ ആള്. ഒരു വണ്ടി ഫോക്കസ് ചെയ്യാം, അതേമായിരിക്കുന്ന വണ്ടി പോയി ഫോക്കസ് ചെയ്യും. ഇല്ലടാ അവരുടെ ബാക്കിൽ കുത്തൂടാ, അല്ലെങ്കിൽ പ്ലെയിൻ സ്റ്റൈൽ കണ്ട ഇവിടെ മേളിലേക്ക് ഉത്തരം, മേളിൽ ഉത്തരം. കേരളത്തിലാണ് ഇങ്ങനെ കേരളത്തില്ല. കുറച്ചൊരു സ്പീഡിൽ വരണം. ഇവിടെ കയറ്റിയാ മതി. വണ്ടി എടുത്ത് പോയി. ഈ ലെഫ്റ്റിലൊരു വണ്ടി, ബാക്കിലൊരു വണ്ടി പോകണം. ഇവനെ പിടിയടാ. നിങ്ങൾ ഇറങ്ങി പുറകില്. എന്റെ മാർക്ക് വന്നേ. ഞങ്ങളാ നിങ്ങൾ താഴോട്ടടി. എത്ര പേരുണ്ട് ഇനി? നമ്മള് ഭയങ്കര ഷഫിളായി പോയടാ. ജയിച്ചില്ലേ? കഴിഞ്ഞില്ലേ? ജെനിനോടാണെങ്കിൽ മതന 3 പിക്ക്. ജൂഡ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. റീസൺ എക്സിറ്റിംഗ്. ഒരു വാർ തോക്കുന്നതിൽ ഇത്രയും ഇതുണ്ടോ മച്ചാ? എന്താ എടേ ഇമാരി ഈഗോ ഒക്കെ ഉണ്ടോ പ്ലേയേഴ്സിനടാ? ഒരു അവസാനത്തെ ആള് എന്തായാലും തോറ്റ്. ഇനി അവൻ ഒറ്റയ്ക്ക് 10 പേര് അടിക്കാനൊന്നും പറ്റൂലല്ലോ. കിട്ടിലും കളിയാട്ടോ കളിച്ചത്. കിട്ടിലും കളി. രണ്ട് കിട്ടിലും. ഈസ്റ്റിയുടെ അടുത്തൊരു പിക്ക്. ഇത് നോക്ക്. ഹലോ, പോച്ചയ്ക്കുള്ളിലുണ്ട്. ഓ ഇവ പോച്ചയിലിരുന്ന് കേട്ടാ. ഓക്കെ, ബീസ്റ്റിയുടെ അടുത്തൊരു പിക്ക് എടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓയ്യോ, എന്നിട്ട് ജുഗുറു ഡൗൺ ആയി. ജുഗുറിനെ ആരും അടിച്ചിട്ട്? ഇവനാണോ അടിച്ചിട്ട്? ബീസ്റ്റിയുടെ രണ്ടാമത്തെ പിക്ക്. ജുഗുറിനെ ഒളിച്ചിരുന്ന് പണി കളഞ്ഞു കേട്ടാടാ.
ഓക്കെ യു കെ ഓ എന്നിട്ട് ഇവന്മാര് ബാക്ക് കൊണ്ടുപോയി കുത്തിക്കളഞ്ഞല്ലേ നമ്മള് സത്യം പറഞ്ഞ നമ്മളെവിടെ സാൻഡ്വിച്ച് നോക്ക് കണ്ട ഏബിൾ ജോസഫ് ഡൗൺ ആയിട്ടുണ്ട്. മദാർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജോട്ടയാണ് ഡൗൺ ആയിട്ടുള്ളത്. പിന്നെ പരുന്തുവാസോടെ യു കെ ടോക്സിക്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ലെക്സ് അവിടെ അടുത്തൊരു പിക്ക്. യു കെ സിനിന്റെ അടുത്തൊരു പിക്ക്. ലെക്സ് ഡൗൺ ആയിട്ടുണ്ട്. ടി വി ഡെസ്ട്രോ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. പിന്നെ ടി വി ജൂഡ് അവിടെ ഒരു പിക്ക്. സെട്രോന്റെ അടുത്തൊരു പിക്ക്. ഓക്കെ യു കെ നല്ലൊരു കിട്ടിലെ കളിയാണ്. മദാർ ഒരു പിക്ക്. സെട്രോന്റെ ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ യു കെയിൽ ഐ തിങ്ക് സെട്രോ ഉണ്ട്. എവിടൊക്കെ നോക്ക് നമ്മുടെ പ്ലേയേഴ്സ് ഉള്ളത് നോക്ക്. ഈ ആംഗിള് സെട്രോ മോബി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത്. എലനോറിനെ ഡൗൺ ആക്കിയിട്ട് അവിടെ കിണ്ടി അവിടെ സെട്രോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. യു കെ ഓൾ ഡൗൺ ആയോ? ഇല്ല യു കെ അവിടെ ഐ തിങ്ക് യു കെ 3 പേരോട്. യു കെ ലാസ്റ്റ് 3 യു കെ മദാർ അവിടെ സെനിനെ ഡൗൺ ആക്കി. മദാർ 3 പിക്ക്. ഇവനാണ് ലാസ്റ്റ് കേട്ടോ. അവിടെ ഒരു പിക്ക് എടുത്ത് ഇവൻ എനിക്ക് തോന്നുന്നു കത്തിപ്പോയിട്ട് വന്നപ്പം കൂടുതലുള്ള എല്ലാരെയും അറഞ്ചം പുറഞ്ചോ അടിക്കുന്നു കണ്ടോണ്ട് ഇവൻ മനംനൊന്ത് എഫേറ്റ് അടിച്ചാണ് അവൻ. മനംനൊന്തോ എഫേറ്റ് അടിച്ചാണ് അവൻ. ജി വെൽ പ്ലേഡ് ഗൈസ്. കൂടുതൽ നമുക്ക് കൊണയൊന്നും പറയാനില്ല. വെൽ പ്ലേഡ്.